നീ പോയി ഒരുങ്ങിക്കോ. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു വീഡിയോ ഉണ്ട്, പലരും അതിന് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ കുട്ടി പറഞ്ഞതിനോട് കുറച്ച് യോജിപ്പുണ്ട്. കാരണം ഞാനും ഒരു അമ്മയാണ്, അമ്മായി അമ്മയും ആണ്. അപ്പോൾ ഈ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. പക്ഷേ അത് പറയുന്നതിനൊരു രീതിയുണ്ട്. ആ കുട്ടി പറഞ്ഞ രീതി ശരിക്കും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ അമ്മ എന്ന് വിളിച്ചുകൂടി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛൻ എന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റി എന്നാണ്. പക്ഷെ അത് ഇനി വരാരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഓമി വേറൊരാളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. ആ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ശരിക്കും യോജിപ്പുണ്ട്. കാരണം ഞാനിന്നും ഒരു അമ്മയാണ്, അമ്മായി അമ്മയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ വിളികൾ കേൾക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരോട് പറയുമ്പം അത് പറയുന്നതിനൊരു രീതിയുണ്ട്, ഒരു സമാധാനമുണ്ട്. കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞ രീതി തന്നെ വളരെ നമുക്ക് വിഷമം തോന്നും. കാരണം ആ കുട്ടി പറഞ്ഞത് അശ്വിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കുട്ടി പറഞ്ഞത്. കുട്ടിക്ക് ആൻറ്റി അങ്കിളെ എന്നൊക്കെ വിളിക്കുന്നത് നല്ല തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന രീതിക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത്, കേൾക്കാൻ ഇമ്പമില്ലാതെ തോന്നിയത്. പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ഒരു അമ്മയുണ്ട്, സിന്ധു കൃഷ്ണ എന്നാണ് പേരുണ്ട്, അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ ആണ്. എനിക്ക് ഇവർ രണ്ടുപേരെ മാത്രമേ അമ്മയെന്നും അച്ഛനും വിളിക്കാൻ ഇഷ്ടമുള്ളൂ. വേറെ വഴിയിൽ കൂടെ പോകുന്നവരെ അമ്മയെന്നും അച്ഛനെന്നും ഒന്നും വിളിക്കാൻ ഇഷ്ടമില്ലെന്നാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷെ അമ്മായി അമ്മയെ പറ്റിയാണ് പറഞ്ഞത്. അമ്മായി അമ്മ വഴിയിൽ കൂടെ പോകുന്ന ആളല്ല. ആ അമ്മായി അമ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കൊരു മോനെ കിട്ടിയതും ആ മോനെ കല്യാണം കഴിക്കാൻ പറ്റിയതും വളരെ സന്തോഷത്തോടു കൂടി പോകാൻ പറ്റുക. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പം എല്ലാ കുട്ടികളും എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു അരോചകം തോന്നും. അത് പോയിട്ട് അശ്വിൻ എൻ്റെ അമ്മ അച്ഛനെയും അമ്മ അച്ഛ എന്ന് വിളിച്ചാൽ ഞാൻ നിനക്ക് വട്ടുണ്ടോയെന്ന് ചോദിക്കുമെന്നോ എന്തോ കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ അമ്മായി അമ്മയ്ക്ക് ആൻറ്റി എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്നും പറഞ്ഞു. പക്ഷെ അത് കുഴപ്പമില്ല, ആൻറ്റിന്ന് വിളിക്കാം, അങ്കിളേന്ന് വിളിക്കാം. നമ്മൾ കുറച്ചുകൂടെ നമുക്ക് അടുപ്പം തോന്നും ആൻറ്റിയെന്നും അങ്കിളെന്നും വിളിക്കുമ്പോഴത്തേക്ക് എന്നാണ് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നേരം എൻ്റെ കുട്ടികൾ എന്നെ മമ്മിയെന്നും ഡാഡിയെന്നും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിക്കുന്നത്. അതിൽ നമുക്ക് വിരോധമില്ല. അത് കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ പിന്നെ അമ്മയെന്ന് പെട്ടെന്ന് ഒരു ദിവസം വന്ന് വിളിക്കുന്നതിനേക്കാളും ആൻറ്റിയെന്ന് വിളിക്കുന്നതാണ് കുട്ടികൾക്ക് കംഫർട്ടെങ്കിൽ അത് വിളിക്കുന്നത് തന്നെയാണ് നല്ല. പക്ഷേ പറയുന്ന രീതി വഴി കൂടെ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക്, കേൾക്കുന്നവർക്ക് തന്നെ അമ്മായി അമ്മ വഴി കൂടെ പോകുന്നതാണോ? ഇല്ല, ഒരിക്കലും നമ്മുടെ ഭർത്താവിൻ്റെ അമ്മ വഴി കൂടെ പോകുന്ന ഒരാളല്ല. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മൾ പ്രായം ചെന്നവരെ വഴി കൂടെ പോകുന്നവരെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിളിച്ച് കേട്ടിട്ടുള്ളത് ഒന്നീ അമ്മയെന്ന് വിളിക്കും, അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്നവരെന്ന് തോന്നുകയാണെങ്കിൽ അമ്മച്ചിന്ന് വിളിക്കും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരിക്കലും എൻ്റെ അമ്മായി അമ്മയെ ആൻറ്റിയെന്ന് വിളിച്ചിട്ടില്ല, അമ്മയെന്ന് തന്നെ വിളിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മായച്ഛനെ അപ്പച്ചാന്നുമാണ് വിളിച്ചിട്ടുള്ളത്. എൻ്റെ ഫാദറിനെ വിളിച്ചിട്ടുള്ളത് പപ്പയെന്നും അമ്മയെന്നും ഒക്കെയാണ്. പക്ഷേ അപ്പച്ചാന്ന് വിളിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ ഒരു വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ അപ്പനെ വിളിക്കാനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു വ്യക്തിയോട് പറയുമ്പോഴോ മറ്റുള്ളവരോട് പറയുമ്പോഴോ പറയുന്ന രീതിയുണ്ട്. ആ രീതി കുറച്ച് സാന്ത്വനമായിട്ട് ഉള്ളതായിരുന്നാൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെങ്കിൽ അത് വേറെ ഒന്നും പറയാനില്ല. അത് അവരുടേതായിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുമ്പോഴത്തേക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കുറച്ച് മാന്യമായിട്ട് രീതിയിലുള്ള സംസാരം തന്നെയായിരിക്കും. ഇതുപോലെയുള്ള എടുത്തുചാട്ടം പൊതുവെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചോദിക്കും, മറ്റുള്ളവർ എന്തിനു ഞങ്ങളെ ഇഷ്ടപ്പെടണം, എന്തിനു നമ്മളേതായ രീതിയിൽ ജീവിക്കുന്നു, നിങ്ങൾക്കെന്തോ എന്ന് ചോദിക്കാം.
അത് ശരിയാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് അമ്മായി അമ്മയെ ആൻറ്റിയെന്നോ അങ്കിളെന്നോ വേറെ വലുതും വേണമെങ്കിലും വിളിക്കാം. പക്ഷെ അത് പറയുമ്പം ആ കേൾക്കുന്ന അമ്മായി അമ്മയ്ക്കും ചിലപ്പോൾ സങ്കടം തോന്നിയേക്കാം. വഴി കൂടെ പോകണമെന്നൊക്കെ അല്ലേ അമ്മായി അമ്മയെ പറഞ്ഞതെന്ന് ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയേക്കാം. അവർ വെളിയിൽ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ സങ്കടം ഉണ്ടാവും. അത് തീർച്ചയായിരിക്കും.